ആത്മാവായി കണക്കാക്കുന്ന ചില മഹാത്ഭുതങ്ങളുണ്ട് ഈ ലോകത്ത്. അതിലൊന്നാണ് ഏകദേശം 1500 വർഷങ്ങളുടെ പഴക്കമുള്ള ഹാങ്ങിങ് ടെമ്പിൾ. ആധുനിക വാസ്തുശൈലിക്ക് ഒരത്ഭുതം കൂടിയാണ് ഇത്. ഷാങ്സി പ്രവിശ്യയിലെ ഹെങ് മലനിരകളിലെ കിഴക്കാം തൂക്കായ മലഞ്ചെരിവിലാണ് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. മരത്തിന്റെ ഒരു തൂണുപോലുമില്ലാതെയുള്ള നിർമ്മാണം ആശ്ചര്യം ജനിപ്പിക്കുക തന്നെ ചെയ്യും. പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള 40 മുറികൾ ഈ ടെമ്പിളിലുണ്ട്. പാറക്കെട്ടുകളിൽ ദ്വാരങ്ങളുണ്ടാക്കിയാണ് ഹാങ്ങിങ് ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. ബുദ്ധമതം, താവോയിസം, കൺഫ്യൂഷനിസം എന്നീ 3 മതങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന നിലവിലുള്ള ഒരേയൊരു ക്ഷേത്രമാണ് ഇത്. 3 മതങ്ങളിലെയും സന്യാസിമാരെ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് വളരെ അപൂർവമാണ്. ചരിത്രത്തിലെ രാജവംശങ്ങളുടെ ഭീഷണികളെ അതിജീവിക്കാൻ ഈ ക്ഷേത്രത്തിന് കഴിയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. വടക്കൻ വേ രാജവംശത്തിന്റെ അവസാന കാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രം മുഴുവനും ക്യൂപ്പിംഗ് കൊടുമുടിയുടെ മുകളിലായി ഭൂമിയിൽ നിന്ന് 50 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടൈംസ് മാഗസിൻ 2010 ഈ ക്ഷേത്രത്തെ മികച്ച 10 തനത് വാസ്തുവിദ്യകളിൽ ഒന്നായി തിരഞ്ഞെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ ക്ഷേത്രത്തെ താങ്ങി നിർത്തുന്നത് പാറയുടെ വശത്ത് ആഴത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള 27 മേൽപ്പാലങ്ങളാണ്. ഹാങ്ങിങ് ടെമ്പിളിന്റെ രൂപകൽപ്പനയും അതിനായി ഈ സ്ഥലം തിരഞ്ഞെടുത്തതും അതിന്റെ സംരക്ഷണത്തിനുള്ള മറ്റൊരു പ്രധാന കാരണമാണ്. മലഞ്ചെരുവിന്റെ അകത്തെ കോൺകേവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നീണ്ടുനിൽക്കുന്ന ഭാഗം ഒരു കുട പോലെയാണ് കാണപ്പെടുന്നത്. ഇത് ക്ഷേത്രത്തെ മഴയുടെയും വീഴുന്ന പാറകളുടെയും ആഘാതത്തിൽ നിന്ന് മുക്തമാക്കുന്നു. ഉയർന്ന സ്ഥാനത്തായതിനാൽ വെള്ളപ്പൊക്ക ഭീഷണിയും ഒഴിവാകുന്നു. 32 മീറ്റർ ഉയരമുള്ള ഈ ക്ഷേത്രത്തെ 3 ഭാഗങ്ങളായി തിരിക്കാം. തെക്കുഭാഗത്ത് ആകെ 3 നിരകളാണ് ഉള്ളത്. ഇതിന് ഏകദേശം 8 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുണ്ട്. ചുൻയാങ് കൊട്ടാരം, സാങ്കുവാൻ ഹാൾ, ലെയ്ൻ ഹാൾ എന്നിവയാണ് ഇവിടെയുള്ളത്. ലെയ്ൻ ഹാൾ ഒരു ബുദ്ധമത ഹാളാണ്. ഇത് തെക്കുഭാഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലെയ്ൻ എന്നതിന്റെ അർത്ഥം തന്നെ ഇടിയുടെ ശബ്ദം എന്നാണ്. വടക്കൻ ഭാഗം ഏകദേശം 7 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമുള്ളതാണ്. വുഫോ ഹാൾ, ഗുവാനിയൻ ഹാൾ, സാൻജിയാവോ ഹാൾ എന്നിവയാണ് ഇവിടെയുള്ളത്. 3 ഹാളുകളിൽ ഏറ്റവും താഴ്ന്ന ഹാളാണ് വുഫോ ഹാൾ. ഗുവാനിയൻ ഹാൾ മധ്യഭാഗത്തായാണ് ഉള്ളത്. സാൻജിയാവോ ഹാൾ മുകളിലുമാണ് ഉള്ളത്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടേക്ക് യാത്ര ചെയ്യാൻ മികച്ച സമയം. ഈ സമയത്ത് ചൂട് വളരെ കുറവാണ്. തണുപ്പത്ര കൂടുതലുമല്ല. മലനിരകളിലെ മഞ്ഞു കാണുന്നതും മഞ്ഞിന്റെ ചിത്രങ്ങൾ പകർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് ഉചിതം. എന്നാൽ തണുപ്പ് നേരിടാനുള്ള വസ്ത്രങ്ങൾ കരുതണമെന്ന് മാത്രം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.